മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സൂംബ ഡാൻസിനെതിരായി സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ട അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. TK അഷ്റഫിനെതിരായ നടപടി ഉണ്ടാകാൻ പാടില്ലാത്തത്. അഭിപ്രായം പറഞ്ഞതിന് നടപടി ശരിയായില്ല. എത്ര സർക്കാർ എയ്ഡഡ് അധ്യാപകർ അഭിപ്രായം പറയുന്നു? അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. കേരളത്തിൽ ഇടത് അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതിയോ? മതാടിസ്ഥാനത്തിൽ ഉള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കാൻ ഉള്ള തീരുമാനം ഏകപക്ഷീയമായി എടുക്കരുത്. അഭിപ്രായം പറഞ്ഞാൽ അവരെ നിലയ്ക്ക് നിർത്തൽ ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം വേണമായിരുന്നു വാർത്താ സമ്മേളനം വിളിക്കാൻ. കേരളത്തിലെ ആരോഗ്യമേഖല റിവേഴ്സ് ഗിയറിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലൈറ്റ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരച്ചിൽ നടത്തിയില്ലെന്നും വിമർശനം. ഫണ്ട് പ്രതിസന്ധി വ്യാപകം. കേരളം നിശ്ചലമായതുപോലെയാണ്. ഇന്നലത്തെ അപകടത്തിൽ സർക്കാരിന്റെ കാര്യക്ഷമത എന്തെന്ന് കണ്ടില്ലേ? UDF വിഷയം ഗൗരവമായി എടുക്കുന്നു. ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല, അങ്ങനെ പലതും നേരിടുന്നു. മരുന്ന്, ശസ്ത്രക്രിയ ഉപകരണം ഇല്ല. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. മെഡിക്കൽ കോളേജുകൾ അവയുടെ സ്റ്റാറ്റസിന് ചേരാത്ത അവസ്ഥയിലേക്ക് മാറിയെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.